നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2011 കൊറിയയിൽ റിലീസായിട്ടുള്ള 2011 റിലീസായിട്ടുള്ള ഒരു കൊറിയൻ മൂവിയാണ്. ഹ്വാങ് ഡോങ് ഹ്യൂക്ക് സംവിധാനം ചെയ്തിട്ടുള്ള സൈലൻസ്ഡ് എന്ന് പറയുന്ന സിനിമയാണ്. പ്രധാന വേഷത്തിൽ വന്നിട്ടുള്ളത്, പ്രധാന പ്രൊട്ടഗണിസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഗോങ് യു എന്ന് പറയുന്ന ചോക്ലേറ്റ് ബോയ് എന്നൊക്കെ കൊറിയയിൽ അറിയപ്പെടുന്ന ഒരു ഫേമസ് നടനാണ്. പല സീരിയൽ ഡ്രാമകളിലും സ്ത്രീജനങ്ങൾക്കും പലർക്കുമായിട്ട് സുപരിചിതമായിട്ടുള്ളൊരു ഫേസാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രാഡ് പിറ്റിനെ പോലെ തന്നെ സെക്സിയസ്റ്റ് മാൻ എന്നൊക്കെ കൊറിയയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു നടനാണ്. പക്ഷേ ഇദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമ കഥാപാത്രങ്ങളിൽ ഏറ്റവും ഞാൻ ഇയാളെ ആദ്യമായിട്ട് കാണുന്നത് ഈ സിനിമയിലൂടെയാണ്. പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഏറ്റവും മനസ്സ് പിടിച്ചു കുലുക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റെലവൻ്റ് ആൻഡ് സിഗ്നിഫിക്കൻ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു റോളാണ്, കഥാപാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ള പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഉള്ള പ്രമേയം എന്ന് പറയുന്നത് കൊറിയയിൽ ഒരു കാലത്ത് ശരിക്കും നടന്നിട്ടുള്ളൊരു സംഭവമായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കഥകളും നോവലുകളും വരുന്നു. അപ്പോൾ ആ നോവലുകളുടെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഈ സംഭവം ശരിക്കും നടന്നിട്ടുള്ളൊരു സിനിമയാണ്, അല്ലെങ്കിൽ ശരിക്കും കുറേ സംഭവവികാസങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എടുത്തിട്ടുള്ളൊരു സിനിമയാണ് ശരിക്കും നടന്നിട്ടുള്ളത്. ഒരു ക്രിസ്ത്യൻ സ്കൂളുണ്ട്, ക്രിസ്ത്യൻ സ്കൂൾ. അപ്പോൾ ഇത് അന്ധരായിട്ടല്ല, മറിച്ച് ചെവി കേൾക്കാതെ സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുത്തി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. സ്കൂൾ ഫോർ ഡെഫ് ആൻഡ് ഡബ് എന്ന് പറയുന്ന, ഡെഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സ്കൂളാണ്. സ്കൂളിൻ്റെ പേര് ഗ്വാങ്ചു ഇൻഹ്വാ സ്കൂളാണ്. പ്രൊണൗൺസിയേഷനൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കും, കാരണം എനിക്ക് കൊറിയനൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനൊരു ഡഫ് ആൻഡ് ഡം സ്കൂളിൽ സിനിമ തുടങ്ങുന്നത് ഒരു ഡഫായിട്ടുള്ള ഒരു സ്കൂൾ, ഇങ്ങനത്തെ ചെവി കേൾക്കാത്ത, സംസാരിക്കാൻ പറ്റാത്ത ഒരു അങ്ങനത്തെ കുട്ടികൾ പഠിക്കുന്ന ഒരു ക്രിസ്ത്യൻ സ്കൂളുണ്ട്. അതായത് ഇങ്ങനത്തെ സ്കൂളുകൾ സ്പെഷ്യലായിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളാണ്. അപ്പോൾ അതിന് ക്രിസ്ത്യൻ ഫണ്ടിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മിഷണറി സ്കൂളിലോട്ട് ഒരു ഗോങ് യു ചെയ്യുന്ന കഥാപാത്രം സ്കൂൾ ടീച്ചറായിട്ട് വരികയാണ്. അങ്ങനെ പുള്ളിക്കാരൻ സ്കൂൾ ടീച്ചറായി വരുന്നു. അവിടെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ അവിടെ ഒരു കുറേ മോശപരമായിട്ടുള്ള, അല്ലെങ്കിൽ പല കുട്ടികളും ട്രോമറ്റൈസ്ഡ് ആയിട്ട് കാണപ്പെടുകയാണ്. അപ്പോൾ ഇവർക്ക് ചെവി കേൾക്കാത്തത് കൊണ്ടും സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടും ഇവരോട് എന്തും ചെയ്യാം, അതായത് ഇവരോട് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇവർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നുള്ളത് കൊണ്ട് അവിടുത്തെ കുറേ അധ്യാപകർ ചൂഷണം ചെയ്യുന്നതായിട്ട്, പീഡിപ്പിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അവരുടെ കാമത്തിന് ഇരയാക്കുന്നതായിട്ട് ഇദ്ദേഹം കണ്ടെത്തുകയാണ്. അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം ഇവരെ വെളിച്ചത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം അവിടുത്തെ കുറച്ച് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ സംസാരിക്കുന്നു. അപ്പോൾ അഡ്മിനിസ്ട്രേഷനും ദേ ആർ ഓൾസോ സപ്പോർട്ടിങ് സച്ച് തിങ്സ് എന്നുള്ളത് അവർ കാണപ്പെടുകയാണ്. അല്ലെങ്കിൽ ആ ഒരു ക്രിസ്ത്യൻ സ്കൂളിന് പേരുദോഷം കേൾക്കും എന്നുള്ളത് കൊണ്ട് ഇത് പുറത്തു വരാതിരിക്കാൻ തടയുകയാണെങ്കിൽ അവിടുത്തെ ഒരു പ്രധാന അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തിയും ഇങ്ങനത്തെ അബ്യൂസ് അവിടെ കുട്ടികളോട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു നഗ്ന സത്യം അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പോലീസിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ പോലീസിൻ്റെ പലരും ഈ ഒരു സ്കൂളിൻ്റെ ക്രിസ്ത്യൻ മിഷണറിയുടെ സ്കൂളായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുകയാണ്. അവരെയും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവരുടെ ഈ മതത്തിൻ്റെ മിഷണറി ആക്ടിവിറ്റി എന്ന് പറയുന്ന അടുത്തൊരു വെളിവാക്കൽ അവിടെ കാണുകയാണ്. അങ്ങനെ ഇദ്ദേഹം സ്കൂളിൽ നിന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള ഇയാളെ ത്വര കാരണം ഇയാൾ വേറെ കുറച്ച് സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്സ് ആയിട്ട് ഇയാൾ ബന്ധപ്പെടുത്തിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഇദ്ദേഹത്തിനെതിരെ കേസ് വരുന്നു. ഇദ്ദേഹമാണ് കുട്ടികളെ റേപ്പ് ചെയ്തെന്ന രീതിയിലോട്ട് കേസ് കെട്ടിച്ചമയ്ക്കുന്നു. അങ്ങനെ എന്താ പറയുക, നാട്ടുകാരൊക്കെ കൂടി ഇയാളെ എടുത്തിട്ട് അടിക്കുന്നു. അങ്ങനെയല്ല, നാട്ടുകാരൊക്കെ കൂടി ഇയാളെ കളിയാക്കുന്നു, പരിഹസിക്കുന്നു, ചീഞ്ഞ മുട്ടയർ പോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം അവസാനം ഇത് സത്യം പുറത്തു വരികയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ ഇതിൽ എന്നെ പ്രത്യേകപരമായിട്ട് ആകർഷിച്ചിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലും
പൊതുവേ ഒരു കൺസർവേറ്റീവ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൺസർവേറ്റീവ് സൊസൈറ്റിയിൽ ഒരു സംഭവമുണ്ട്. അതായത് സൈക്കോളജി എന്ന് പറയുന്ന സംഭവം, അതായത് മനസ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നീ പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ മതി, യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത്, ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ ദൈവം മാറ്റി തരുമെന്നുള്ള സംഭവം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, അല്ലെങ്കിൽ നിനക്ക് മാത്രം എന്താണ് ഈ പ്രശ്നം, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം നിനക്കെന്താണ് എന്നുള്ള കുറേ ചോദ്യങ്ങളും കുറേ ചോദ്യാവലികളും ഇങ്ങനത്തെ ഒരു കൺസർവേറ്റീവ് സൊസൈറ്റിയിൽ ഒരു ഇൻഡിവിജ്വലിസത്തിനെ സപ്പോർട്ട് ചെയ്യാത്ത, കമ്മ്യൂണിറ്റി ലൈവ്ലിഹുഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ കുറച്ച് കമ്മ്യൂണിറ്റി ലൈവ്ലിഹുഡിനെ സപ്പോർട്ട് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അതിന് ഊന്നൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമുദായത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരു സമുദായത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള കുട്ടിയോട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് ഇതിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന 4 കുട്ടികളുണ്ട്. അറിയുന്ന അവിടെ കുറേ കുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഈ 4 കുട്ടികളെ ആയിട്ട് ഈ വ്യക്തിക്ക്, ഈ ഒരു നടന് ഒരു പ്രത്യേക ബന്ധം വരികയാണ്. അവരെ രക്ഷിക്കാൻ നോക്കുന്നതിൻ്റെ ഇടയിലൊക്കെയാണ് ഈ നടനെ കള്ളക്കേസ് കുടുക്കിയിട്ട് ഇങ്ങനെയൊക്കെ ആക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് ഈ സിനിമയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അതായത് മതം എങ്ങനെ അബ്യൂസിനെ എനേബിൾ ചെയ്യുന്നു, അതിനൊരു ഡിസിപ്ലിനറി ആക്ഷനാക്കി മതം കാണുന്നത് കൊണ്ട്, അതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് കുറേ പെർവേർട്ടഡ് ആയിട്ടുള്ള മനുഷ്യർ ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ അബ്യൂസ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ചെവിയൊക്കെ സംസാരിക്കാൻ കൂടി പറ്റാത്ത ആൾക്കാരാകുമ്പോൾ എന്തും ചെയ്യാം ആ കുട്ടികളോട്. സംസാരിക്കാൻ കൂടി പറ്റാത്ത കുട്ടികളാവുന്നത് കൊണ്ട് എന്ത് തെമ്മാടിത്തരം വേണമെങ്കിലും, എന്ത് കാമവെറി വേണമെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിലോട്ടുള്ളൊരു എനേബിളിങ് അവിടെ നടക്കുകയാണ്. അതിന് മതത്തിൻ്റെ ബാക്കിങ് വരികയാണ്. മതത്തിൻ്റെ ബാക്കിങ് അതിന് വന്നിട്ട് അങ്ങനെ ഒരു അതോറിറ്റേറിയൻ നോർമലൈസേഷൻ അവിടെ നടക്കുകയാണ്. നമ്മുടെ നാട്ടിലും ലോകത്ത് തന്നെ പല മദ്രസകളിലും, പാകിസ്ഥാൻ ഇങ്ങനെ മുസ്ലിം ഭരണകൂടങ്ങളിലും പല മതസമുദായങ്ങളിലും എങ്ങനെയാണ് ഉസ്താദന്മാർ കുട്ടികളെ റേപ്പ് ചെയ്യുന്ന നോർമലൈസ് ചെയ്യപ്പെടുന്നത്. അവരെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ മത നേതാക്കന്മാരും ആ മതത്തിൻ്റെ ആ ഒരു ഉള്ളിലുള്ള ബ്രദർഹുഡ് അതിന് സപ്പോർട്ട് ചെയ്യുന്നതും, ആ ഒരു ഫ്രട്ടേണിറ്റി അതിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മളെ നാട്ടിലും പല സ്ഥലങ്ങളിലും കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഒരു ക്രിസ്ത്യൻ വേർഷനാണ് ഈ സിനിമയിൽ കാണിച്ചിരുന്നത്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇതിന് ക്രിസ്ത്യാനികളുടെ പല രീതിയിലും ഇങ്ങനത്തെ സിനിമകൾ പുറത്തു വരുന്നുണ്ട്. അവർ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതാണ് ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണിച്ചു തരുന്നത്. മുസ്ലിങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ ഒന്നും കാണുന്നില്ല. ഇസ്ലാമിൻ്റെ ഇടയിൽ എത്ര കുട്ടികൾ ഇങ്ങനെ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്, ഇങ്ങനെ എത്ര കുട്ടികൾ നശിപ്പിക്കപ്പെടുന്നുണ്ട് അവരുടെ ജീവിതങ്ങൾ. അപ്പോൾ അവിടെ ഒരു അതോറിറ്റിൻ്റെ സപ്പോർട്ട്, അത്രത്തോളം ഫ്രറ്റേണിറ്റിയുടെ സപ്പോർട്ട് അവിടെ ഉള്ളത് കൊണ്ടാണ് അത് കാണുന്നത്. റിലീജിയസ് ഫ്രറ്റേണിറ്റി, റിലീജിയസ് അതോറിറ്റിൻ്റെ സപ്പോർട്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നോർമലൈസേഷൻ അവിടെ നടക്കുന്നത് കൊണ്ടാണ് അവിടെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട് ഇസ്ലാമിൽ. പക്ഷേ അവിടുന്ന് പുറത്തു വരുന്ന കഥകൾ കുറച്ചാണ്, അതിൻ്റെ പേരിലുള്ള സിനിമകൾ തീരെയില്ല. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ പുറത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സയൻസിന് കൊടുത്ത സിനിമകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിന് വേറൊരു സംഭവം ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 4 കുട്ടികളും നല്ല രീതിയിൽ അവിടെ അനുഭവിക്കപ്പെടുന്നുണ്ട്, ടോർച്ചർ ചെയ്യപ്പെടുന്നുണ്ട്, സെക്സ്വൽ അബ്യൂസിന് പ്രശ്നമാവപ്പെടുന്നുണ്ട്. അപ്പം അതിൽ ഈ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരാൾക്ക്, അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുന്ന ഈ കുട്ടികളെ ഇതിന് അബ്യൂസിനെ ഇരയാക്കുന്ന ഒരാൾക്ക് ആൺകുട്ടികളാണ് കാമം. ചെറിയ ആൺകുട്ടികളാണ് കാമം. വേറെ പലർക്കും ചെറിയ പെൺകുട്ടികളാണ് കാമം. അപ്പോൾ ചെറിയ പെൺകുട്ടികളും കാമത്തിന് ഇരയായിട്ട് അവരും അനുഭവിക്കുന്നുണ്ട്. ഇയാൾ കാരണം ഈ ചെറിയ ആൺകുട്ടികളും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ആൺകുട്ടിയുടെ അനിയൻ ഈ അബ്യൂസിൻ്റെ ഇടയിൽ മരണപ്പെടുകയാണ്. ഈ പ്രധാന കുട്ടികളുടെ ഇടയിൽ, കുട്ടികളെ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ ഒരു കുട്ടിയുടെ അനിയൻ ഈ അബ്യൂസിനിടയിൽ കൊല്ലപ്പെടുന്നു. ഈ കുട്ടിയും അബ്യൂസിന് ഇരയാവുന്നു. മറ്റേ കുട്ടികളും ഇതേപോലെ അബ്യൂസിന് ഇരയാവുന്നു. പെൺകുട്ടികൾ, അവരുടെ ഒപ്പമുള്ള ഒരു സിസ്റ്ററും, അതിലൊരു കുട്ടിയുടെ സിസ്റ്ററും ഈ അബ്യൂസിൻ്റെ ഇടയിൽ മരണപ്പെടുന്നു. പക്ഷെ ഈ പെൺകുട്ടികളെ അവരെ സൊസൈറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ നോക്കുന്നതിൻ്റെ കുറേ പ്രയത്നങ്ങളുണ്ട് അവിടെ. ഈ ഒരു നടനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് NGOയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ, അതിൽ ഈ പെൺകുട്ടികളെ കേസിൽ ഇത് കുറേയൊക്കെ അവരെ ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റുകയും, അല്ലെങ്കിൽ അവരതൊക്കെ മറപ്പിക്കാൻ പറ്റുന്നു, അവരെ വീണ്ടും ചിരിക്കാൻ അവരെ പഠിപ്പിക്കാൻ പറ്റുന്നു, അവർ വീണ്ടും ചിരിക്കാൻ തുടങ്ങുന്നു, അവരെ ചിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഈ 3 പെൺകുട്ടികൾ അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ അത് ചിരിക്കുന്നു, അല്ലെങ്കിൽ
ആ ഒരു രീതിയിൽ അവർക്ക്, അപ്പോൾ അവർ ചിരിക്കുന്നത് കാണുമ്പോൾ നടനും ഈ ഒരു ഒപ്പമുള്ള ആൾക്കും ഇവരിത് പുറത്ത് വരും, ഇവർ അബ്യൂസിൽ നിന്ന് പുറത്ത് വന്നിട്ട് എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് വരികയാണ്. പക്ഷെ ഈ ആൺകുട്ടിയുടെ കേസിൽ ഇത് പറ്റണില്ല. കാരണം ഇവൻ ചിരിക്കണില്ല, ഇവനെ ചിരിപ്പിക്കാൻ പറ്റുന്നില്ല. ഇവൻ അനിയൻ മരിച്ചതിൻ്റെ ആ ഒരു ട്രോമയിൽ നിന്നും, ഇവൻ അബ്യൂസ് ചെയ്യപ്പെടുന്ന ട്രോമയിൽ നിന്നും ഇവനെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവൻ്റെ ഉള്ളിൽ പക ആളിക്കത്തുകയാണ്. അങ്ങനെ പക ആളിക്കത്തിക്കൊണ്ട് ഇവനെയും ഇവൻ്റെ അനിയനെയും അബ്യൂസ് ചെയ്ത ആളോട് കൊല്ലുന്ന രീതിയിലോട്ട് അത് എത്തുകയും, അങ്ങനെ കൊല്ലുന്നതിൻ്റെ അടുത്ത് വരെ എത്തും. പക്ഷെ ആ കൊല്ലാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഇവനെ മറ്റേയാൾ അപായപ്പെടുത്തി ഇവനെ കൊല്ലുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്. അതായത് ഇവരൊക്കെ അനുഭവിക്കുന്ന ട്രോമ എന്ന് പറയുന്നത് ഏകദേശം ഒരേ രീതിയിലുള്ള ട്രോമയാണ്. പക്ഷെ ഇത് ഓരോരുത്തരും എഫക്റ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്. അപ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അത് പല രീതിയിലും പലർക്കും ഒരേ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് ആ വ്യക്തി എഫക്റ്റ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അയാളുടെ മാനസിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കും അതിനെ എഫക്റ്റ് ചെയ്യുക. ഇതിൽ ഈ കൂട്ടത്തിൽ ഈ ആൺകുട്ടി ഈ മറ്റേ പെൺകുട്ടികളെക്കാളും കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിരുന്നു. ആ ആൺകുട്ടിക്ക് EQ, ഇമോഷണൽ കോഷ്യൻ്റ് കുറച്ച് കുറവായിരുന്നു. പിന്നെ മറക്കാനുള്ള കഴിവ് കുറവായിരുന്നു. കുറച്ചും കൂടി ഇമോഷണൽ ആയിരുന്നു, കുറച്ചും കൂടി മറക്കാനുള്ള കഴിവ് കുറവായിരുന്നു. അങ്ങനത്തെ കുറച്ച് സൈക്കോളജിക്കൽ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ കുട്ടിക്ക് ഇത് മറക്കാൻ പറ്റാത്തതും ഇവർക്കത് പിന്നെയും അതിനെ മുന്നെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ ട്രോമയിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തു വരാൻ പറ്റുന്നത്. അതായിരുന്നു ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം. അപ്പോൾ ഈ കുട്ടി സംഭവം പറയുമ്പോൾ ഈ കുട്ടിയെ പോലെ തന്നെ അവിടെ ട്രോമ അനുഭവിച്ച ആൾക്കാരുണ്ട്, ഈ കുട്ടിയെക്കാളിലും കൂടുതൽ ട്രോമ അനുഭവിച്ച കുട്ടികളുണ്ട് ഈ ആ കുട്ടികളുടെ ഇടയിൽ. പക്ഷെ ഇവനാണ് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതിരുന്നതും, ഇവനാണ് ആ ഒരു വേദന അത്രയധികം പിടിച്ചു കുലുക്കിയതും. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ ഞാൻ ആദ്യം കണ്ടുവന്നിട്ടുള്ള ഈ ഒരു താരതമ്യപ്പെടുത്തലുണ്ടല്ലോ, അത് എത്രത്തോളം ഫാഴ്സിക്കലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അനുഭവങ്ങൾ സമമാണെങ്കിലും പല അനുഭവങ്ങളും ഒരാളെ എഫക്റ്റ് ചെയ്യുന്നത് വേറെ പല രീതിയിലായിരിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇതിൽ വേറൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ അനുഭവങ്ങളെ താരതമ്യപ്പെടുത്തൽ, അതിനെ കൊച്ചാക്കൽ, അതിനെ കൊച്ചാക്കി കാണുക, അതിനെ കുറച്ച് കാണുക, അതിനെ ബാക്കിയുള്ളവരായിട്ട് കമ്പാരിസൺ ചെയ്യുക, എന്നിട്ട് അത് ദൈവത്തിനെല്ലാം ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ട് റിലീജിയസ് ഓർത്തഡോക്സിൻ്റെ ഒപ്പം കൊണ്ട് നടക്കുക. എന്നിട്ട് അവർ ഈ ഒരു അബ്യൂസിനെ നോർമലൈസ് ചെയ്യുക. ഇങ്ങനത്തെ കുറേ വികാസങ്ങൾ നമ്മുടെ സമുദായത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഒരു സ്കൂളിനെതിരെ അവിടെ വലിയൊരു മൂവ്മെൻറ്റ് സൗത്ത് കൊറിയയിൽ നടക്കുകയും അങ്ങനെ ഈ അബ്യൂസ് ചെയ്ത കൾപ്രിറ്റ്സിനെ നിയമത്തിൻ്റെ മുന്നിലോട്ട് കൊണ്ടുവരികയും അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുകയും ചെയ്തത് ഈ സിനിമയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. അതുവരെ ഈ സിനിമ ഇറങ്ങുന്നവരെ അവരെ മര്യാദക്ക് അവർ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരികയായിരുന്നു. ആ സിനിമയിൽ അത് കാണിക്കുന്നുണ്ട് ക്ലൈമാക്സിൽ, ഇവരൊക്കെ രക്ഷപ്പെട്ട് വരുന്നത് ഈ ഒരു കേസിൽ നിന്നിട്ട്. എന്നിട്ട് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഈ കേസ് വീണ്ടും ജനശ്രദ്ധ നേടുന്നു. ജനങ്ങൾ ഇത് സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് പല ജേർണലിസ്റ്റുകൾ ഇതിനെതിരെ വരുന്നു, കുറേ ആൾക്കാർ വരുന്നു ഇതിൻ്റെ പിന്നാലെ. അങ്ങനെ സത്യങ്ങൾ കണ്ടെത്തുന്ന ഇവരെ വീണ്ടും നിയമത്തിൻ്റെ മുന്നിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നു, ഇവർ ശിക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു സിനിമയുടെ പവറാണ്, മീഡിയയുടെ പവറാണ്, ആർട്ടിൻ്റെ പവറാണ് അവിടെ ഈ ഒരു സിനിമയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഭവവികാസങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനത്തെ കുറേ സാധനങ്ങളായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്ന ഒരു കൾച്ചറൽ ഇപ്പോച്ച്, ഒരു ഹിസ്റ്റോറിക്കൽ ഇപ്പോച്ചാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ എല്ലാവരും ഇത് കാണണം എന്നുള്ള ആഗ്രഹം എനിക്കുള്ളത്. സമുദായത്തിൽ മാറ്റങ്ങൾ വരണം, അതിന് സമുദായത്തിൽ മാറ്റം വരണം, അതിന് നിയമം, നീതി എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അതുകൂടാതെ തന്നെ ക്രിസ്ത്യാനികൾ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യൻ ഓർത്തഡോക്സി കാണിക്കുന്ന ചെറ്റത്തരങ്ങളും പലരും പുറത്തു കൊണ്ടുവരുന്നു. ബാക്കിയുള്ള മതങ്ങൾ, ഹിന്ദു മതത്തിലാണെങ്കിൽ ഇന്ത്യയിൽ ഒക്കെ അത് പുറത്തു കൊണ്ടുവരുന്ന അതിൻ്റെ പേരിൽ സിനിമകൾ ഉണ്ടാവുന്നു. മുസ്ലിങ്ങളുടെ ഇടയിൽ സിനിമകളില്ല, അതുകൊണ്ട് തന്നെ അവിടെ
അബ്യൂസ്, പീഡോഫിലിക് അബ്യൂസ്, ചൈൽഡ് അബ്യൂസ് വളരെ പ്രോമിനൻ്റ് ആണ്. അത് നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടിരിക്കുകയാണ്. അതിന് അതോറിറ്റേറ്റീവ് ബാക്കിംഗ് ഉണ്ട്. ആ നോർമലൈസേഷന് അതോറിറ്റേറ്റീവ് ബാക്കിംഗ് ഉണ്ട് അബ്യൂസിന്. അപ്പോൾ അവിടെയാണ് കൂടുതൽ സിനിമകൾ ഉണ്ടാവേണ്ടത്. ഇങ്ങനത്തെ സിനിമകൾ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ സിനിമകളും ഇങ്ങനത്തെ അവയർനെസ്സിൽ നിന്നുണ്ടാകുന്ന സിനിമകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വരുള്ളൂ, ഇതിനെന്തെങ്കിലും അറുതി വരുള്ളൂ. ഒരു ചൈൽഡ് അബ്യൂസിൽ ഇങ്ങനെ പല കുട്ടികൾ ആ ചൈൽഡ് അബ്യൂസ് നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാനീ പറയുന്നത്. ഇത് വരണം, ഈ മാറ്റങ്ങൾ വരണം. പ്രത്യേകിച്ച് ഇസ്ലാം സമുദായത്തിൽ, എല്ലാ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ മത സമുദായങ്ങളിലും ഇത് വരണം. ഒരാളും കുട്ടികളെ വേദനിപ്പിച്ചുകൊണ്ട്, നിരായുധരായിട്ടുള്ള നിരപരാധികളായ കുട്ടികളെ വേദനിപ്പിച്ചുകൊണ്ട് ഇവിടെ ആരും, അങ്ങനെ നോർമലൈസ് ചെയ്തുകൊണ്ട് അവരുടെ കാമവരയ്ക്ക് അവരെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ആരും അങ്ങനെ നെളിഞ്ഞ് നടക്കണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, സിനിമകളിലൂടെ നമ്മൾ കാണിക്കേണ്ടതാണ്. എന്നാൽ തന്നെ ഇവിടെ മാറ്റങ്ങൾ വരുള്ളൂ. കട്ട്.